മന്ത്രി ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കരാറില്ല, മറ്റേ ടെൻഡർ ഇല്ലാതെ കൊടുത്ത കരാറാണെന്ന് ഓർക്കണം അല്ലേ? ഊരാളുങ്കൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കാൽപ്പനികവൽക്കരിക്കപ്പെട്ട കള്ളന്മാരും കൊള്ളക്കാരും കേരളത്തിൽ വേറെ ഇല്ല. ആ ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നോക്കുകൂലി വാങ്ങിയ ആളുകളല്ലേ അല്ലേ? കഴിക്കാത്ത ആളുകളുടെ ടിഫിന്റെ കാശ് മേടിച്ച ആളുകളല്ലേ? ഊരാളുങ്കൽ എന്ത് വിശ്വാസ്യത ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? ഒരു വിശ്വാസ്യതയില്ലാത്ത ഊരാളുങ്കലിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കുന്നു ആര്? റവന്യൂ മന്ത്രി രാജൻ മറുപടി പറയിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ വയനാട് ചൂരൽമല റീഹാബിലിറ്റേഷൻ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ചില നിർമ്മാണ അപാകതകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് എഞ്ചിനീയർമാർ സാക്ഷ്യപ്പെടുത്തുകയും അത് മുഖേന മന്ത്രി രാജൻ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ ഉത്തരവിടുകയും അദ്ദേഹം തന്നെ നേരിട്ട് ചെന്ന് ഇവിടെ ജസ്റ്റ് ഒരു മാർക്കിംഗ് ചെയ്ത അടയാളം മാത്രമാണ്, അത് വിള്ളലുകളല്ല എന്ന് പറയുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് ആ വീടിൻ്റെ യഥാർത്ഥ ഗുണഭോക്താവ് നേരിട്ട് വന്ന് ഒരുപാട് വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്, മന്ത്രി ആ ഭാഗങ്ങളൊന്നും ചെക്ക് ചെയ്തിട്ടില്ല എന്നുള്ള ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. എനിവേ, ഈ ഊരാളുങ്കൽ പ്രൊജക്റ്റ്, ഊരാളുങ്കലാണ് സത്യത്തിൽ ഈ നിർമ്മാണ അനുമതിയും നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ നയിക്കുന്നത്. അപ്പോൾ ഈ ഊരാളുങ്കൽ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ എങ്ങനെയാണ് ഈ ഊരാളുങ്കലിൻ്റെ ഫങ്ഷൻസ് എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ പരിശോധിച്ച് നോക്കാൻ പോകുന്നത്. അപ്പോൾ 1925 രൂപീകരിക്കപ്പെട്ട ഒരു വലിയ ഒരു ലേബർ കോർപ്പറേഷനാണ്, അല്ലെങ്കിൽ ലേബർ സൊസൈറ്റിയാണ്, കോർപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഊരാളുങ്കൽ. അപ്പോൾ വലിയ പാരമ്പര്യമുണ്ട്, 100 വർഷത്തേക്കാളധികം വലിയ പാരമ്പര്യമുള്ള ഒരു പ്രൊജക്റ്റാണ്. പക്ഷേ കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ ഒരുപാട് ഊരാളുങ്കലിനെ കുറിച്ചുള്ള ഒരുപാട് വിമർശനങ്ങളും ആക്ഷേപങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലൊക്കെ നിരവധിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷയം കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും സംസാരിക്കുന്നത്. നമ്മൾ കാലങ്ങളായിട്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സഖ്യം അവർ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം, മോദി എന്ന് പറയുന്ന ഒരു ഫിഗർ, മോദിയും അമിത്ഷായും പ്രധാനമായിട്ടും നമ്മുടെ പ്രൊജക്റ്റുകളും നമ്മുടെ പോർട്ടുകളും വിമാനത്താവളങ്ങളും മുഴുവനും അദാനിക്കും അംബാനിക്കും വേണ്ടി മറിച്ചു കൊടുക്കുന്നു, അവർക്ക് വേണ്ടി ടെൻഡറുകളില്ലാതെ അനുവദിച്ചു കൊടുക്കുന്നു തുടങ്ങിയ ആക്ഷേപങ്ങളാണ്. അപ്പോൾ അതിന് സമാനമായ കേരള ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള ടെൻഡറുകളൊന്നും പാലിക്കാതെ അനുവാദം കിട്ടുന്ന ഏക കോർപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നമ്മുടെ ഊരാളുങ്കൽ കോർപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. സത്യത്തിൽ ഒരു ടെൻഡർ സാധാരണ ഗവൺമെൻറ്റുകൾ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റീവ് സൊസൈറ്റികളെയൊക്കെ വളർത്തിയെടുക്കാൻ പരമാവധി പരിശ്രമിക്കാറുണ്ട്. ഇപ്പോൾ 2022 കണക്ക് പ്രകാരം കേരളത്തിൽ 4000-ലധികം കോർപ്പറേറ്റീവ് സൊസൈറ്റികൾ ആസ് ഓഫ് നൗ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ അവരൊക്കെ പല രൂപത്തിൽ പ്രവർത്തിക്കുന്നു, പല മേഖലകളിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവരെ വളർത്തി കൊണ്ടുവരിക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ മനോഭാവമുള്ള ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ കോർപ്പറേറ്റീവ് സൊസൈറ്റികളിലൊക്കെ വലിയ സ്വാധീനം നമ്മുടെ സർക്കാരിനുണ്ടാവും. എന്നാൽ സാധാരണ മറ്റൊന്ന്, ഈ ഗവൺമെൻറ് പ്രൊജക്റ്റുകൾ സാധാരണ അലോക്കേറ്റ് ചെയ്യുന്നത് ടെൻഡർ മുഖേനയാണ്. അതായത് ടെൻഡർ വിളിക്കും, ആ ടെൻഡർ വിളിച്ചിട്ട് ഒരു പ്രൊജക്റ്റ് നടക്കുമ്പോൾ ടെൻഡർ വിളിച്ച് ഏറ്റവും ലോവസ്റ്റ് എമൗണ്ട് ആരാണോ റേസ് ചെയ്യുന്നത് അവർക്ക് ആ ടെൻഡർ അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കായിട്ട് ഇതിൽ ഫോളോ ചെയ്യാറുള്ളത്. അപ്പോൾ പല സമയത്തും ഈ ഊരാളുങ്കലിന് കൊടുത്തിട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിൽ ടെൻഡർ വിളിക്കാതെ പ്രൊജക്റ്റുകൾ കൊടുക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഈ ടെൻഡർ വിളിക്കാതെ പ്രൊജക്റ്റ് കൊടുക്കുമ്പോൾ അതിൽ അഴിമതി നടക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം ടെൻഡർ ഇല്ലാതെ പ്രൊജക്റ്റ് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പാർട്ടി ഫണ്ടിലേക്കോ അല്ലെങ്കിൽ അത് കൊടുക്കുന്ന മന്ത്രിമാരുടെ പേഴ്സണൽ ഫണ്ടിലേക്കോ തുടങ്ങിയ ഇവർ ഒരു ഡൊണേഷനായിട്ടൊക്കെ ചിലപ്പോൾ സംഭാവന ചെയ്യുന്നതൊക്കെ ആയിട്ട് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ടെൻഡർ ഇല്ലാതെ അലോക്കേറ്റ് ചെയ്ത ഒരു പ്രൊജക്റ്റാണ് ഊരാളുങ്കലിന് ഈ ചൂരൽമല പുനരധിവാസ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും നമ്മുടെ അയ്യപ്പ സംഗമം. ആ അയ്യപ്പ സംഗമത്തിൻ്റെ വരവ് ചെലവ് കണക്കുകളൊക്കെ അത്യധികം സങ്കീർണമായിരുന്നു, ഒരുപാട് സോഷ്യൽ ഓഡിറ്റിന് വിധേയമായതായിരുന്നു. ആളുകൾ പങ്കെടുക്കാത്ത ആളുകളുടെ പേരിലൊക്കെ വൗച്ചർ എഴുതുന്നു, അതുപോലെ നടക്കാത്ത ഒരു പാട്ട് സംഗീത കച്ചേരിൻ്റെ പേരിൽ ബില്ല് എഴുതി കൊടുക്കുന്നു. അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി ഒരു ദിവസം ഹോട്ടലിൽ താമസിച്ച് പോയതിൻ്റെ പേരിൽ 1 ലക്ഷത്തിൻ്റെക്കാളും അധികം ബില്ല് എഴുതിയിട്ട്, ഒരു രാത്രി മാത്രം താമസിച്ചതിൻ്റെ പേരിൽ 1 ലക്ഷത്തിനേക്കാൾ അധികം ബില്ല് എഴുതി കൊടുക്കുന്നു. ഇങ്ങനെ ഒരുപാട് മിസ്മാനേജ്മെൻറ്റ് ഈ ടെൻഡർ അലോക്കേഷനിലും ഈ ഇത്തരത്തിൽ ടെൻഡർ ഇല്ലാതെ ഈ ഊരാളുങ്കലിനെ ഏൽപ്പിക്കുന്ന സമയത്തുണ്ടാകുന്ന മിസ്മാച്ചുകൾ പല സമയത്തും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രതിപക്ഷത്തു നിന്നുള്ള പല നേതാക്കന്മാരും ഇത്തരത്തിൽ ഊരാളുങ്കലിന് കൊടുത്തിട്ടുള്ള എല്ലാ പ്രൊജക്റ്റുകളും അന്വേഷിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. സൊസൈറ്റിക്ക് സർക്കാർ നൽകിയ എല്ലാ കരാറുകളെക്കുറിച്ചും അന്വേഷിക്കണമെന്ന് UDF. പല ബെനാമി ഇടപാടുകളിലും CM രവീന്ദ്രന് പങ്കുണ്ടെന്നും UDF കൺവീനർ MM ഹസൻ കൽപ്പറ്റയിൽ പറഞ്ഞു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മാത്രമല്ല, ബിനാമി ഇടപാടുകളിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്
പങ്കുണ്ട് എന്നുള്ളതാണ് ഈ CN രവീന്ദ്രന്റെ ഭാര്യയുടെ ഊരാളുങ്കൽ സൊസൈറ്റിയിലെ സാമ്പത്തിക ഇടപാടുകളുടെ അന്വേഷണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്ന വിവരം. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്തിട്ടുള്ള കരാറുകൾ ടെൻഡർ പോലും ഇല്ലാതെ കോടിക്കണക്കിന് രൂപയുടെ കരാറുകളാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകിയ എല്ലാ കരാറുകളെ കുറിച്ചും ഒരു അന്വേഷണം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക. എനിവേ ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത സമയത്ത് ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നിലവിൽ നിൽക്കുന്ന ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചതായിട്ട് കാണാൻ കഴിയും. 2022 ഒരു കണ്ണൂരിലെ ഒരു ബിൽഡിംഗ് കോംപ്ലക്സ്, ഒരു കോർട്ടിൻ്റെ ബിൽഡിംഗ് കോംപ്ലക്സുമായി ബന്ധപ്പെട്ട് ഒരു ടെൻഡർ വിളിക്കുന്നു ഗവൺമെൻറ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ആളുകൾ വരുന്നു. അപ്പോൾ അതിൽ ടെൻഡർ വിളിച്ചിട്ട് ഏറ്റവും ലോവസ്റ്റ് പ്രീമിയം റേസ് ചെയ്ത കമ്പനി നിർമ്മാൺ കമ്പനിയായിരുന്നു. അവർക്ക് ഒരുപാട് കൺസ്ട്രക്ഷൻ മേഖലയിൽ വലിയ പാരമ്പര്യമുള്ള കമ്പനിയാണ്. അപ്പോൾ അവർ അത് റേസ് ചെയ്ത് വിളിച്ചു. പക്ഷേ ടെൻഡർ അനുവദിച്ചത് സത്യത്തിൽ ആർക്കാണ്? ടെൻഡർ കൊടുത്തത് ആർക്കാണ്? നമ്മുടെ ഊരാളുങ്കലിനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിർമ്മാൺ മുഹമ്മദ് എന്ന വ്യക്തി നേരെ ഹൈക്കോടതിയിലേക്ക് പോകുന്നു. അത് പിന്നീട് സുപ്രീം കോടതിയിലേക്ക് എത്തുന്നു. ആ സുപ്രീം കോടതിയിൽ എത്തുന്ന സമയത്ത് ഊരാളുങ്കലിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടി, ഊരാളുങ്കലിന് സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റാണ് ടെൻഡർ കൊടുത്തത്. അപ്പോൾ ഊരാളുങ്കലിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം നമ്മുടെ ഗവൺമെൻറ്റിനുണ്ടാവും. ആ സമയത്ത് ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത് ഏകദേശം 82% ഷെയർ ഊരാളുങ്കലിൽ ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ടാണ് ഗവൺമെൻറ്റിന് ഇത്തരത്തിലുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആയതുകൊണ്ടാണ് ഞങ്ങൾ അവർക്ക് ടെൻഡർ കൊടുത്തത്. മാത്രമല്ല കോപ്പറേറ്റീവ് സൊസൈറ്റി സാധാരണ ഒരു 10%-നേക്കാൾ, സാധാരണ പ്രീമിയത്തിൻ്റെ 10%-നേക്കാൾ കൂടുതൽ അവർ പറഞ്ഞാലും അവർക്ക് കൊടുക്കുന്നൊരു പോളിസി ആയിട്ട് തന്നെ ഗവൺമെൻറ്റിനുണ്ട്. മാത്രമല്ല ഗവൺമെൻറ്റിന് സ്റ്റേക്ക് 82% ഉണ്ട് എന്ന് കൂടി പറഞ്ഞപ്പോൾ സുപ്രീം കോടതി അതിന് പെർമിഷൻ കൊടുക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇതിനെ സമർത്ഥിക്കുന്ന, ഗവൺമെൻറ് ഇത്രത്തോളം ഷെയർ ഉള്ള ഒരു സംവിധാനമാണ്, ഇത്രത്തോളം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു അണ്ടർടേക്കിങ്സ് എന്നുള്ള രൂപത്തിലാണ് എന്ന് സമർത്ഥിക്കുന്ന യാതൊരു രേഖയോ മറ്റോ സുപ്രീം കോടതിയിൽ അന്ന് അവർ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊജക്റ്റ് നടക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഇതിൻ്റെ ഇഷ്യൂ ആയിട്ട് ഈ ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ആളുകൾ പറയുന്നത്, ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ പ്രധാനമായിട്ട് നടത്താറുള്ള കിഫ്ബിയാണ്. ഈ കിഫ്ബി എങ്ങനെയാണ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ നടത്തുക? അവർക്ക് സാധാരണ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ചെറിയ പലിശയിൽ കടം വാങ്ങിയിട്ട് ആ കടമെടുത്ത ബോറോ ചെയ്ത പൈസ ഉപയോഗിച്ചിട്ടാണ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ പലതും നടന്നിട്ടുള്ളത്. അങ്ങനെ കിഫ്ബി ഉൾപ്പെടെയുള്ള സ്വാഭാവികമായിട്ട് കിഫ്ബി ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് എന്ത് ചെയ്യണം? അതിന് പലിശ കൊടുക്കണം, ചെറിയ പലിശയാണെങ്കിൽ കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് കടമെടുത്ത പൈസ എടുത്തുകൊണ്ട് ചിലവാക്കുമ്പോൾ ഇത്തരത്തിൽ ഏറ്റവും ലോവസ്റ്റ് പ്രീമിയം റേസ് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്നതിന് പകരം ഒന്നും കൂടി 10%-ഓ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ തുക നിശ്ചയിച്ചുകൊണ്ട് ടെൻഡർ വിളിക്കുന്ന ഊരാളുങ്കലിന് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൽ നിന്ന് കാര്യമായിട്ടുള്ള കുറവ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് കാര്യമായിട്ടുള്ള നഷ്ടം ഉണ്ടാക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ചുരുക്കത്തിൽ ഇതിൽ ഒരുപാട് മിസ്മാനേജ്മെൻറ്റ് നടക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ 2016 ശേഷം ഉള്ള കാലാകാലങ്ങളായിട്ട് ടെൻഡർ ഇല്ലാതെ പല കോർപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും പല കമ്പനികൾക്കും പല രാഷ്ട്രീയക്കാരും ഇത്തരത്തിലുള്ള കരാറുകൾ കൊടുക്കുന്ന ഒരു പ്രവണതയാണ്. പക്ഷേ ഇത് 2016 ശേഷം ഊരാളുങ്കൽ സൊസൈറ്റി എന്ന ഈ സംവിധാനം ഇത്തരത്തിൽ കാര്യമായി ഗവൺമെൻറ് മെഷീനറികളും ഗവൺമെൻറ് ഫണ്ടുകളിലൊക്കെ റേസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി സാധാരണ നമ്മുടെ ഗവൺമെൻറ് പ്രൊജക്റ്റുകൾ സാധാരണ കൊടുക്കാറുള്ളത് ഈ നഷ്ടത്തിലോടുന്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഉണ്ടാവും, പബ്ലിക് സ്ഥാപനങ്ങളുണ്ടാവും. അവർക്ക് സാധാരണ ഇത്തരത്തിൽ ടെൻഡർ ഇല്ലാതെയും അല്ലെങ്കിൽ അവരെ സഹായിക്കുക എന്നുള്ള രൂപത്തിൽ, അവർ നശിച്ചില്ലാതാകുന്നതിന് പകരം സഹായിക്കുക എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ ചില പ്രൊജക്റ്റുകളൊക്കെ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഗവൺമെൻറ് കുറച്ച് ഫണ്ട് റേസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നഷ്ടത്തിലോടുന്ന കമ്പനികൾക്ക് എന്ത് ചെയ്യും? അവരെ സഹായിക്കുക എന്നുള്ള രൂപത്തിൽ ഇത്തരം ടെൻഡർ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ രണ്ട് കാര്യത്തിലും ഊരാളുങ്കൽ സൊസൈറ്റി വരുന്നില്ല. മറിച്ച് ഇപ്പോൾ ഏകദേശം 2022 1200 കോടി ടേൺ ഓവറുള്ള 4000 കോടി അസറ്റ് ഉള്ള ഒരു സംവിധാനമാണ് ഈ ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇത്തരം അധികം സാമ്പത്തിക ഭദ്രത ഉള്ള ഒരു നല്ല ഒരു അത്യാവശ്യം ലാഭത്തിലോടുന്നൊരു സംവിധാനമായിട്ട് പോലും എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇത്തരത്തിൽ ഇവർക്ക് കൊടുക്കുന്നത് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴാണ് പലവിധ ആക്ഷേപങ്ങളും ഉയർന്നു വരുന്നത്. ഇപ്പോൾ ചാലിയാറിൽ ഒരു ബ്രിഡ്ജ് കൊളാപ്സ് ആയതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉന്നയിക്കപ്പെട്ടിരുന്നു. അത് കിഫ്ബി വഴിയാണ് ആ ഒരു പ്രൊജക്റ്റ് നടന്നിരുന്നത്. ആ പ്രൊജക്റ്റ് നടത്തിയതും അല്ലെങ്കിൽ ആ പ്രൊജക്റ്റ് കൺസ്ട്രക്ഷൻ ഏറ്റെടുത്തതും ഊരാളുങ്കലായിരുന്നു. അങ്ങനെ 2021 സാധാരണ 2021 വരെ ആൾമോസ്റ്റ്
കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിലായിരുന്നു ഈ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി എന്ന് പറയുന്ന ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിച്ചിരുന്നെങ്കിൽ 2021 ശേഷം ഏകദേശം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്കുകളും 10% ഊരാളുങ്കലിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള സർക്കുലർ വരെ ഈ പാർട്ടി അല്ലെങ്കിൽ ഈ സംവിധാനം അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിർബന്ധമായിട്ടും അടുത്തൊരു ഭരണകൂടം വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും ഊരാളുങ്കൽ കൊടുത്തിട്ടുള്ള എല്ലാ പ്രൊജക്റ്റുകളെക്കുറിച്ചും നല്ലൊരു വിശദമായ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഈ ഫണ്ട് എങ്ങനെയാണ് സൈക്ലിംഗ് ചെയ്യുന്നത്, അതായത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഈ പ്രൊജക്റ്റിന് പോകുന്നു, അപ്പോൾ വലിയ വില കൊടുത്ത് ഈ പ്രൊജക്റ്റ് വാങ്ങുന്നു, എന്നിട്ട് ഇവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് ഒരു ഷെയർ പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിലെ മന്ത്രിമാരിലേക്കോ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിച്ചാൽ മാത്രമേ ഇതിലൊരു ക്ലാരിറ്റി എല്ലാവർക്കും കിട്ടൂ എന്നതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. ഒരുപാട് മാൽ പ്രാക്ടീസ് ഉണ്ട്, നിരവധി തവണ പല ആളുകളും ഇത് ഉന്നയിച്ചിട്ടുണ്ട്. പാർട്ടി സംവിധാനത്തിൻ്റെ ഒരു മെഷീനറി മാത്രമാണ് ഊരാളുങ്കൽ സൊസൈറ്റി എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. എനിവേ ഇതിലൊരു കാര്യമായ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും കണ്ടെത്താൻ കഴിയും.